എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശം കാണും. ഒരു വശം മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുത്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ കാര്യമായിരിക്കും ഓർമ്മ വരുന്നത്. 2007 ഇറങ്ങിയ അറ്റോൺമെൻറ്റ്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോ റൈറ്റ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ധനികരായ കുടുംബത്തിലെ 2 പെൺകുട്ടികളെ ബേസ് ചെയ്താണ് സിനിമ കാണിക്കുന്നത്. ഇതിൽ ഇളയ പെൺകുട്ടി അത്യാവശ്യം റൈറ്റിംഗ് ഒക്കെ ഉള്ള ആളാണ്, അത്യാവശ്യം ഭാവനയുള്ള ആളാണ്, എഴുത്തുകാരിയാണ്, ഡ്രാമയൊക്കെ എഴുതുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു ദിവസം ജനലിലൂടെ ഒരു കാഴ്ച കാണുകയാണ്. ഈ കാഴ്ചയുടെ സത്യാവസ്ഥ എന്താണെന്ന് അടുത്ത സീനിൽ തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി കാണുന്നത് വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്നാണ്. ഇവൾ അതിനെ ബേസ് ചെയ്ത് ഒരാളെപ്പറ്റി ഇവൾ മോശമായിട്ട് ചിന്തിക്കുകയാണ്. അതിനുശേഷം ഇയാൾ എന്ത് ചെയ്താലും അതിനെല്ലാം മോശമായിട്ടാണ് ഇവൾ കാണുന്നത്. ഒരു സിറ്റുവേഷനിൽ ഇയാൾക്കെതിരെ ഇവൾ മൊഴി പറയുകയാണ്. അയാൾ ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടി ഇവൾ മൊഴി പറയുന്നതും അതിനുശേഷം അവൻ ജയിലിൽ പോകേണ്ടി വരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. അത്യാവശ്യം നല്ലൊരു സിനിമയാണ്, ഡ്രാമ മൂവിയാണ്. പക്ഷേ എനിക്കെവിടെയും ലാഗ് കാര്യങ്ങളും തോന്നിയില്ല. കാരണം നല്ല വിഷ്വൽസാണ്, നല്ല സിനിമാറ്റോഗ്രാഫിയാണ് ഈ സിനിമയുടേത്. അതുപോലെ മ്യൂസിക് ആ വർഷത്തെ അക്കാദമി അവാർഡ് ലഭിച്ചൊരു സിനിമയാണ്. ഇതിലെ മ്യൂസിക് ഭയങ്കര രസമാണ്. ഇത് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ മോഡലാണ് ഇതിൻ്റെ മ്യൂസിക് ഉപയോഗിക്കുന്നത്. മൊത്തം ആ ഒരു മോഡൽ പോകുന്നൊരു മ്യൂസിക്കാണ്. ടൈപ്പ് റൈറ്റിംഗ് ആ ഒരു മെഷീൻ വെച്ചാണ് ഇതിൻ്റെ മ്യൂസിക് കൂടുതലും ചെയ്തിരിക്കുന്നത്. അതുപോലെ വളരെ രസമായിട്ട് കുറേ സിംഗിൾ ഷോട്ട്സൊക്കെ ഉണ്ട്. ഒരു വാർ മൂവിയും ആണ്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലൊരു വാർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലുള്ള കുറേ വിഷ്വൽസ് ഉണ്ട്. അതുപോലെ സിംഗിൾ ഷോട്ടായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നല്ലൊരു കൊറിയോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി എല്ലാം കൊണ്ടും ഒരു മികച്ച സിനിമയായിരുന്നു ഇത്. ഡ്രാമയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക.